നമസ്കാരം. ശശിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ ഒരു വാഹന അപകടത്തിൻ്റെ ദൃശ്യത്തിലേക്ക് നിങ്ങളേവരെയും ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഇതിപ്പോൾ കുരിയോട് ജംഗ്ഷനിൽ ഇന്ന് രാവിലെ നടന്ന ഒരു രണ്ട് കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ ഒരു വാഹന അപകടമാണ് ഇത്. ഈ കുരിയോട്, അതായത് നമ്മുടെ നിലമേൽ പുതുശ്ശേരി മുതൽ നെട്ടേത്ര ജംഗ്ഷൻ വരെ നിരന്തരമായി ഇങ്ങനെ വാഹന അപകടങ്ങൾ ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കാരണങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ, ഈ റോഡ് ഇവിടെ മുതൽ നല്ല സ്ട്രെയിറ്റാണ്, നല്ല നേരെ കാണാൻ പറ്റുന്ന ഒരു റോഡാണ്. ഇവിടെ വാഹനങ്ങൾ നിരന്തരമായി അപകടത്തിൽപ്പെടുന്നത് ഒരു സംഭവമായി മാറുന്നു. ഇവിടെ കടയമംഗലം ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ അവലോകന യോഗങ്ങളും ഒക്കെ നടന്നിരുന്നു. ബോർഡുകൾ സ്ഥാപിക്കും, സിഗ്നൽ ഉണ്ടാകും, വേഗതകൾക്ക് കൂടുന്നതിനെക്കുറിച്ച് അന്വേഷണം ഉണ്ടാകും എന്നൊക്കെ ചർച്ചകൾ ഉരുത്തിരിഞ്ഞിരുന്നു. പക്ഷേ എന്നാൽ നാളിതുവരെ ഇതിനൊരു പരിഹാരം കണ്ടതില്ല. ഇപ്പോഴും തുടർച്ചയായി. എന്നാൽ ഈ വളരെ വലിയൊരു അപകടമാണ് നമുക്കിപ്പോൾ ഈ ദൃശ്യത്തിൽ കാണാൻ കഴിയുന്നത്. പക്ഷേ ആളപായം ഇല്ല എന്നാണ് പറയുന്നത്. ഇതൊരു നിരന്തര സംഭവമായി മാറുകയാണ് ഈ പ്രദേശത്ത്. ഈ നിലമേൽ നമ്മുടെ ജംഗ്ഷൻ കഴിഞ്ഞാൽ പുതുശ്ശേരി എന്ന് പറയുന്ന ജംഗ്ഷൻ സ്ഥലമുണ്ട്. അവിടെ മുതൽ നമ്മുടെ ഏകദേശം ചടയമംഗലത്ത് മേടയിൽ ജംഗ്ഷൻ വരെ റോഡുകൾ വളരെ സ്ട്രെയിറ്റാണ്. വാഹനങ്ങൾക്ക് അമിത വേഗതയിൽ ഓടിയെത്താൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വാഹനങ്ങളൊക്കെ തന്നെ അമിത വേഗതയിലാണ്, നിയന്ത്രണത്തിനതീതമായ സ്പീഡിൽ. ഇത് സ്പീഡ് നിയന്ത്രിക്കുക എന്നുള്ളതാണ് ആദ്യമായി നമ്മൾ ഈ ഉത്തരവാദിത്തപ്പെട്ടവരോട് പറയുന്നത്. നിങ്ങൾ ഹെൽമറ്റ് വെക്കാത്തതിനോ അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇടാത്തതിനോ അല്ല നിങ്ങൾ ഫൈൻ അടിക്കേണ്ടി വരുന്നത്. നിങ്ങൾ ഇങ്ങനെ അമിത വേഗതയിൽ പോകുന്ന വാഹനങ്ങളെ ഇങ്ങനെ കണ്ടെത്തി ഈ അമിത വേഗത കുറയ്ക്കുന്നതിനുള്ള ഒരു എന്താണ് നിയമം കൊണ്ടുവരാൻ കഴിയുന്നത്? കാരണം ഇപ്പോഴത്തെ ഇറങ്ങുന്ന ഈ പുതിയ വാഹനങ്ങളൊക്കെ തന്നെ 60 മൈൽ സ്പീഡിൽ സ്റ്റാർട്ടിങ്ങിൽ പോകേണ്ട വാഹനങ്ങളൊക്കെയാണ് ഇപ്പോൾ കമ്പനികൾ നിരത്തിലിറക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വാഹനങ്ങൾക്ക് അമിത വേഗത എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ നമ്മൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കാണാൻ കഴിഞ്ഞത് ചെറുപ്പക്കാരായ ഉപയോഗിക്കുന്ന ബൈക്കുകൾ തന്നെ അതിവേഗതയിലാണ് ഈ റോഡുകളിലൂടെ കടന്നു പോകുന്നത്. ഈ വേഗത ഒരുപക്ഷെ അപകടങ്ങൾക്ക് കാരണമാകാം എന്നാണ് ഞങ്ങളുടെ ഒരു നിഗമനം. ശരിയാകണമെന്നില്ല, അത് പ്രേക്ഷകർ തീരുമാനിക്കുക. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുണ്ടാകുന്ന അപകടങ്ങൾ ഇതൊരു നിത്യസംഭവമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരമൊരു തത്സമയ സംരക്ഷണത്തിൽ കടന്നു വരേണ്ടി വരുന്നത്. ഇതൊരു നിത്യസംഭവമാവുകയാണ്. ഈ കുരിയോട്, നെട്ടേത്ര, പുതുശ്ശേരി എന്നീ മേഖലകളിൽ വാഹനാപകടം നിരന്തരം ഒരു സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസങ്ങളിലും നമുക്ക് സംരക്ഷണം നിങ്ങൾ പ്രേക്ഷകരെ എത്തിക്കാൻ കഴിയുന്നത് വളരെ ദയനീയമായ അപകടം. പലതും ഞങ്ങൾ വിട്ടുപോകുന്നുണ്ട്. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇതൊക്കെ തന്നെ നിരന്തരമായി പ്രേക്ഷകരിലെത്തുമ്പോൾ പ്രേക്ഷകർക്ക് തന്നെ അതൊരു ബുദ്ധിമുട്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവർ ഇത് എന്താണ് ഇതിൻ്റെ കാരണം? ആദ്യം ഞങ്ങൾക്ക് പറയാനുള്ളത് അമിത വേഗതയിൽ വരുന്ന വാഹനങ്ങളുടെ നിയന്ത്രണം ഉണ്ടാക്കുക എന്നുള്ളതാണ്. രണ്ടാമത് റോഡ് നിയമങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ്. ഇവിടെയെങ്ങും തന്നെ യാതൊരുവിധ കാരണവശാലുള്ള ഒരു സിഗ്നൽ ബോർഡുകളോ മറ്റ് കാര്യങ്ങളോ ഇല്ല. ഇവിടെ ഇത്ര വേഗതയിലേ പോകാവൂ എന്ന് പറയുന്ന ഒരു മുന്നറിയിപ്പ് ബോർഡുകൾ ഒന്നും തന്നെ ഈ പ്രദേശങ്ങളിൽ ഒന്നും തന്നെ ഇല്ല. ഇത് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ഈ റോഡ് നിങ്ങൾക്ക് ഞാനൊന്ന് കാട്ടിത്തരാം. ഇത് രണ്ട് കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചതാണ്. ഒരു കാർ ഇവിടെ നിന്ന് മാറ്റപ്പെട്ടു, അടുത്ത കാർ ഇവിടെ മാറ്റുന്നതിൻ്റെ റിക്കവറി വാൻ ഇവിടെ വന്നു കിടക്കുകയാണ്. അവർ റിക്കവറി ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര ജീവനുകളാണ് ഈ സമയങ്ങളിലൊക്കെ തന്നെ ഇവിടെ പൊലിഞ്ഞു പോയിട്ടുള്ളത് എന്ന് നിങ്ങളൊന്ന് ഓർക്കണം. ഈ കഴിഞ്ഞ ദിവസം തന്നെ കേബിൾ കുഴിയെടുത്തിട്ട് ആ കേബിൾ കുഴിയിൽ എത്രയോ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നു. ഇതിൻ്റെയൊക്കെ കാരണം എന്താ? ഇത് കണ്ടോ, ഇതേപോലെ സ്ട്രെയിറ്റായിട്ട് നല്ല വേഗതയിൽ വരാൻ കഴിയുന്ന, അല്ലെങ്കിൽ നമുക്ക് നല്ല അങ്ങനെ ആസ്വദിച്ച് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു റോഡാണ് ഇത്. ഇങ്ങനെ വരികയാണ്. ഇത് ഇവിടെ വരുന്ന KSRTC ആയാലും മറ്റ് സ്വകാര്യ വാഹനങ്ങളായിരുന്നാലും ടാക്സികളായിരുന്നാലും യാതൊരു കാരണവശാലും അവർക്ക് അങ്ങനെ ഡ്രൈവിംഗ് സെറ്റിൽ ഇരുന്ന് സ്റ്റിയറിങ്ങിൽ ഒരു വിരൽ കൊണ്ട് ചലിപ്പിച്ചാൽ ആ വണ്ടി ഓടിപ്പോകുന്ന നല്ല വേഗതയാണ്. ഈ വരുന്ന വാഹനങ്ങൾ കണ്ടുപോകുന്നത് ഇതൊക്കെ തന്നെ അമിത വേഗതകളിലാണ് ഇങ്ങനെ പാഞ്ഞു പോകുന്നത്. ഇതൊക്കെ തന്നെ ചെന്ന് നിൽക്കുന്നത് എതിരെ വരുന്ന വാഹനങ്ങൾ കൂടി പരിഗണിക്കാതെ ഉള്ള ഡ്രൈവ് തന്നെ ഒരു വലിയ വിഷയമാണ്. അത്
ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇപ്പോൾ ഒരു വാഹനം മാറ്റിയതിന് ശേഷമാണ് നമുക്ക് ഇവിടെ എത്താൻ കഴിയുന്നത്. ഇതൊരു വലിയൊരു വാർത്ത എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വാർത്തയ്ക്ക് അപ്പുറം ഈ റോഡിൻ്റെ സേഫ്റ്റി ഇതുണ്ട്. ഇത് KSRTC തന്നെ ഇതുണ്ടോ, അങ്ങനെ അങ്ങ് ഓടിപ്പോവുകയാണ്. ഒരു കാരണവശാലും നമുക്ക് ഒന്നും ചിന്തിക്കേണ്ട കാര്യങ്ങളില്ല. അങ്ങനെ സ്ട്രെയിറ്റായി കിടക്കുന്ന റോഡാണിത്. ഇവിടെ നിരന്തരം ഈ നട്ടേത്തറ കുരിയോട് മേഖലകളിൽ ഈ വാഹനാപകടങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിൽ ഒരു വാഹനം ചടയമംഗലം സ്റ്റേഷനിലേക്ക് മാറ്റി. ഇപ്പോൾ അടുത്ത വാഹനവും ഏഷ്യൻ ക്രേറ്റ് സർവീസ് വന്ന് ഇവിടുന്ന് മാറ്റുകയാണ്. ഇതൊരു നിത്യസംഭവമാണ്. ഇതിൽ പൊതുജനങ്ങൾ ഇതിലേറെ ബുദ്ധിമുട്ടുന്നത് ഈ പരിസരവാസികളാണ്. അവർക്ക് രാത്രിയിൽ ഈ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ രാവിലെ ഈ ശബ്ദം കേൾക്കുമ്പോൾ മറ്റ് സംവിധാനങ്ങൾ ഒക്കെ എത്തുന്നതിന് മുമ്പ് അവരാണ് ഓടിയെത്തുന്നത്. ആ വാഹനം ഇത് റിക്കവർ ചെയ്ത് കൊണ്ടുപോകുകയാണ്. അതിൻ്റെ സേഫ്റ്റി കേബിളൊക്കെ തന്നെ, അതായത് ഇപ്പോഴത്തെ ഇറങ്ങുന്ന വാഹനങ്ങൾ ഒന്നാമതായിട്ട് കമ്പനി പറയുന്നത് ഇടിച്ചാലും പേടിക്കേണ്ട എന്നാണ് കമ്പനിയുടെ ഒരു മുന്നറിയിപ്പ്. കാരണം അതിന് അനുസരിച്ചുള്ള സേഫ്റ്റി സാധനങ്ങൾ ഈ വാഹനത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് കമ്പനി ഓർഡർ ചെയ്യുന്നത്. ഇത് ബലോണിൻ്റെ ഒരു വാഹനമാണ്. മാരുതി സുസുക്കി കമ്പനി ആയി ചേർന്നിട്ടുള്ള ഒരു കാറാണ് ഇപ്പോൾ ഇന്നിവിടെ ആക്സിഡൻ്റിൽപ്പെട്ടത്. ഈ തത്സമയം നിങ്ങൾക്കാണ് ഈ റോഡിൻ്റെ ഈ വേഗതയിൽ പോകുന്നത് ഈ വാഹനങ്ങളൊക്കെ ഞാൻ കാണുന്നതിനപ്പുറം നിങ്ങൾ തന്നെ കാണുക. ഒരു വാഹനം ഓടിപ്പോകുന്ന ഓരോ വാഹനങ്ങളും പോകുന്നത് യാതൊരുവിധ കൺട്രോളുമില്ലാതെയാണ്. ഇവിടെയാണ് നമ്മുടെ അധികാരികൾ ശ്രദ്ധിക്കേണ്ടത്. അമിത വേഗത ആദ്യം കുറയ്ക്കാൻ ഒരു ശ്രമം ഉണ്ടാകണം. ഈ വരുന്ന റോഡുകളിൽ ഇവിടെ അപകട സാധ്യതയുണ്ട്. അതുകൊണ്ട് വാഹനങ്ങൾ വേഗത കുറയ്ക്കുക എന്നുള്ള മുന്നറിയിപ്പുകൾ ബോർഡുകൾ സ്ഥാപിക്കുക. അതുപോലെ തന്നെ ഹമ്പുകൾ സ്ഥാപിക്കാൻ നിയമമുണ്ടോ എന്ന് നമുക്കും കൂടി സംശയമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ സൈനിങ് ബോർഡുകൾ വെച്ചുകൊണ്ടും മുന്നറിയിപ്പ് ബോർഡുകൾ അറിയിച്ചുകൊണ്ടും ഇവിടുത്തെ അപകടങ്ങൾ കുറയ്ക്കാൻ ശ്രമിക്കണം. ഇവിടെ പൊലിഞ്ഞു പോയത് പല ജീവനുകളാണ്, പല യൗവനങ്ങളാണ്, പല ബാല്യങ്ങളാണ്. അതുകൊണ്ട് അതിനെ നിയന്ത്രിക്കാൻ ഒരു സംവിധാനം ഉണ്ടാകണം എന്ന് മാത്രം സാക്ഷി TV അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ തത്സമയ സംപ്രേഷണത്തിൽ നിന്നും ഞങ്ങൾ പിൻവാങ്ങുന്നു. നന്ദി, നമസ്കാരം. ഒരു ശുഭദിനം ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് നിർത്തുന്നു.